അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെറുതെ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഒന്ന് കടൽ കാണാൻ ഇറങ്ങിയതാണ്. നൂറുകണക്കിന് തൊഴിലാളികൾ, പൊക്കുവന്മാർ അവരുടെ ജോലിയിൽ വ്യാപൃതരാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇവരൊക്കെ വീട്ടിൽ അവർക്കുള്ള 3 4 മക്കളെ പരിപാലിക്കുന്നതിന് വേണ്ടി കൂട്ടായിട്ട് എത്ര മനോഹരമായിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. ഈ കടലിലും കരയിലും എത്ര ആളുകൾക്കുള്ള വിഭവങ്ങളാണ് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത്. അവർ അവരുടേതായ മേഖലയിൽ മനോഹരമായി അധ്വാനിക്കുന്നു, അതിലൂടെ ഒരു കുടുംബം പുലർത്തുന്നു. എത്ര സുന്ദരമായിട്ടാണ് ഇവരൊക്കെ അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നത്. അവിടെ ഈ ആളുകൾ അനുഭവിക്കുന്ന ഒരു സംതൃപ്തി, ഒരു സമാധാനം, ഒരു ആശ്വാസം, അതെത്ര മനോഹരമാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ഇത് ഈ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? മക്കൾ ഈ രീതി അവരുടെ രക്ഷിതാക്കളെ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും ആലോചിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സ്വഹാബി വന്നിട്ട് യാചിക്കുകയാണ്, പ്രവാചകരെ എനിക്ക് എന്തെങ്കിലും തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നു, വീട്ടിൽ എന്തുണ്ട്? അദ്ദേഹം പറയുന്നത്, വീട്ടിൽ ചില ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ, അതേപോലെ തന്നെ 1-2 വസ്തുക്കൾ മാത്രമേ ഉള്ളൂ. അത് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് അദ്ദേഹം അത് കൊണ്ടുവരുന്നു. ആ വില കുറഞ്ഞ വസ്തുക്കൾ, എന്തോ ചില വസ്തുക്കൾ, അത് ആരെടുക്കാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു സഹാബി പറഞ്ഞു, 1 ദിർഹമിന് ഞാനത് എടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ കൂടുതൽ ആര് വില നൽകും? ഒരാൾ പറഞ്ഞു, ഞാൻ 2 ദിർഹമിന് അതെടുക്കാം. അങ്ങനെ ആ സാധനം വിൽക്കുന്നു. 2 ദിർഹമിൽ നിന്ന് 1 ദിർഹമിന് എന്തെങ്കിലും വിഭവങ്ങൾ വാങ്ങിയിട്ട് വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി പറയുന്നു. രണ്ടാമത്തെ 1 ദിർഹം കൊണ്ടുപോയി ഒരു മഴു വാങ്ങാൻ വേണ്ടി അദ്ദേഹത്തിന് ആവശ്യപ്പെടുക. ആ മഴു വാങ്ങിയിട്ട് അതിനൊരു താഴെ ഒരു പിടി ഇട്ട് കൊടുത്തതിന് ശേഷം നബി അദ്ദേഹത്തോട് പറയാണ്, ഇതുമായി ഇന്ന് മുതൽ ജോലിക്ക് പോകണം. എന്നിട്ട് മരം വെട്ടിയിട്ടോ വിറകുണ്ടാക്കിയിട്ടോ ആളുകൾക്ക് വിറ്റ് അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പണവുമായി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരണം എന്നാവശ്യപ്പെടുകയും ആ വ്യക്തി പോവുകയും ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ 15ഓളം ദിർഹംസുമായിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. പറയുകയാണ് അദ്ദേഹത്തോട്, ഇങ്ങനെ അധ്വാനിച്ച് ജീവിക്കലാണ് യാചിച്ച് ജീവിക്കുന്നതിനേക്കാൾ മനോഹരം. നോക്കൂ പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമായിരിക്കും നമ്മുടെ ജീവിതം. നാം അധ്വാനിക്കുന്നു, അതിലൂടെ നമ്മുടെ കുടുംബങ്ങളെ പുലർത്തുന്നു. അതിൽ നാം കാണിക്കുന്ന ആ കമ്മിറ്റ്മെൻറ്റ് എത്ര ആശ്വാസവും സന്തോഷവുമാണ് നമുക്ക് നൽകുന്നത്. അതോടൊപ്പം നമ്മുടെ മക്കൾ മനസ്സിലാക്കണം, ഇത്രയും പ്രയാസപ്പെട്ടിട്ടാണ് ഒരു രക്ഷിതാവ് കുടുംബം പുലർത്തുന്നത് എന്നുള്ളത്. ആ ഒരു സന്തോഷമാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സംതൃപ്തിയും സമാധാനവും നമുക്ക് ലഭിക്കുന്നത്. അത് ഉണ്ടാകുമ്പോഴാണ് ജീവിതം ധന്യമായി മാറുന്നത്. എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു.